ഒരു ഭവനം ചമച്ച് അതിൽ പാർക്കുവാൻ ഇടയാകുക എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശുദ്ധ ബാബാദിന്റെ ഇപ്പോൾ വളരെ ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്. മലങ്കര സഭയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ആർക്കൊക്കെ ഒരു ഭവനം ഇല്ലാതിരിക്കുന്നു അവർക്കൊരു ഭവനം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹത്തിൻ്റെയാണ്, സഭയുടെയാണ്. മനസ്സിലാക്കുന്നിടത്തോളം ഈ ഭവനം, ഈ ഇടവക അതിന്റെ യുവജന പ്രസ്ഥാനം പ്രത്യേക താല്പര്യം എടുത്ത് തോമസിന്റെ കുടുംബത്തെയും പ്രത്യേകമായിട്ട് അവരുടെ ആഗ്രഹം പൂവണിയാൻ തക്കവണ്ണം സഹായിച്ചു, സഹകരിച്ചു. വിശ്വാസികൾ എല്ലാവരും അതിനെ പ്രതിബദ്ധതയോടെ കൂടെ യുവജന പ്രസ്ഥാനം മാത്രം വിചാരിച്ചാലൊന്നും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുകയില്ല. പക്ഷെ അവരുടെ നല്ല ആഗ്രഹത്തിന് നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ സപ്പോർട്ട് കൊടുത്തപ്പോൾ കുടുംബത്തിന് നല്ല ഭവനം ഉണ്ടായി. നോക്കിയപ്പോൾ നല്ല സൗകര്യങ്ങളുള്ള മുറികളും അടുക്കളയും എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൃപയാൽ ഇത് സാധ്യമായി ദൈവം സക്കായിന്റെ ഭവനം ഇവിടെ കർത്താവ് എഴുന്നള്ളിയത് പാർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കർത്താവ് ഭവനത്തിൽ പാർക്കുന്നതോടെ സക്കായിക്ക് വലിയ വ്യത്യാസം. അതുകൊണ്ട് നാം ഓർക്കേണ്ടതാണ്, ഭവനത്തിൽ പാർക്കുമ്പോൾ ആ ഒരു വ്യത്യാസം ക്രിസ്തു ഇപ്പോൾ നായകനായിരിക്കും നമുക്കിടയാണ്. പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടാകുവാനിടയാകും. മറ്റുള്ളവരാരെങ്കിലും സഹായം ചോദിച്ചാൽ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് ചെയ്യുവാൻ തോമസിലൂടെയാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇടവകയെയും പ്രത്യേകിച്ച് വിവിധ പ്രസ്ഥാനത്തെയും ഒക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര പ്രസിഡന്റ് എന്ന രീതിയിലുള്ള സ്നേഹവും സന്തോഷവും ആശംസകളും പ്രത്യേകിച്ച് കുടുംബത്തിനെ നേരുന്നു. ഒരുപാട് സന്ദേശം ഇതാണ്. ചിലപ്പോൾ ഓൺലൈനിലൊക്കെ പോകുമായിരിക്കും. ഒരുപാട് സംഘടനകള്, സെന്റ് ജോസഫ്, ഡൈനേഷ്യസ്, OCY, MGOCS സംഘടനകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതാണ്: പാവപ്പെട്ടവർക്ക് വരെ സംഘടിതമായി കാണുവാനും അവർക്കൊരു കൈത്താങ്ങം കൊടുക്കുവാനും അവരെ ഒന്ന് ഉയർത്തുവാനും നമുക്കിടയാകണം. അത് സാധിക്കപ്പെടുന്ന ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കും.